എല്ലാവർക്കും ക്രിസ്തുവേശുവിന്റെ നാമത്തിൽ സ്നേഹ വന്ദനം. ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായം. അബ്രഹാം ദൈവസന്നിധിയിൽ. അബ്രഹാം എന്ന കുലപതി പാട്രിയാർക്ക് ഈ ലോകത്തിലെ തൻ്റെ ജീവിതം അവസാനിപ്പിച്ച് കടന്നുപോകുന്ന നിർണായകമായ ഒരു നിമിഷം. 175 വർഷക്കാലം അബ്രഹാം ഈ ലോകത്ത് ജീവിച്ചു. അബ്രഹാമിന്റെ അവസാന കാലഘട്ടമാണ് ഉൽപ്പത്തി പുസ്തകത്തിന്റെ 25-ാം അധ്യായത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആദ്യത്തെ 11 വാക്യങ്ങളാണ് ഇന്നത്തെ നമ്മളുടെ ധ്യാനത്തിന്റെ പ്രധാന കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത്. അബ്രഹാം എന്ന ഒരു പിതാവ് മരിക്കുകയാണ്. ഒരു കുലപതിയാണ്. ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും അധികം നിർണായക സ്വാധീനം ചെലുത്തുന്ന ഒരു വ്യക്തിയാണിത്. ഇന്നേക്ക് 4000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു വ്യക്തി, ഫാദർ എബ്രഹാം. അബ്രഹാമിനൊരു ഒബിഷ്വറി സന്ദേശം നമ്മൾ നൽകുകയാണെങ്കിൽ, അല്ലെ ഒരു അബ്രഹാം പിതാവിനെ ഒന്ന് അനുസ്മരിക്കുകയാണെങ്കിൽ അത് എങ്ങനെ ചെയ്യാം? ഇന്നായിരുന്നു അബ്രഹാം പിതാവിന്റെ ശവസംസ്കാര ചടങ്ങെങ്കിൽ നമ്മളിപ്പോൾ അങ്ങോട്ട് ചെന്ന് സഭയിലെ ഒരു പ്രമുഖനോ അല്ലെങ്കിൽ രാജ്യത്തിന്റെ ഒരു പ്രമുഖനോ വന്ന് ഫാദർ എബ്രഹാമിന് ഒരു ട്രിബ്യൂട്ട് അർപ്പിച്ച് സംസാരിക്കുന്നത് എപ്രകാരമായിരിക്കും? അബ്രഹാം ആദം ഹൗവയോടുകൂടി അവരോട് കണക്റ്റഡ് ആണ്. ആദാമിന്റെ മകനായ മൂന്നാമത്തെ മകൻ കൈനും ഹാബേലും കഴിഞ്ഞ് സേത്ത് എന്ന മകന്റെ നിന്നും 10ാമത്തെ തലമുറയിലാണ് നോഹ പൂജാതനാകുന്നത്. നോഹയുടെ മകനായ ഷേം ആണ് നിയർ ഈസ്റ്റ് പാർട്സിലേക്കൊക്കെ പോകുന്നത്. ഈ ഷേം എന്നുള്ള വ്യക്തിയിൽ നിന്നാണ് സെമിറ്റിസിസം അല്ലെ സെമിറ്റിക് എന്നുള്ള വാക്കിന്റെ റൂട്ട് ഒറിജിൻ എന്നാണ് പണ്ഡിതന്മാർ കണക്കാക്കുന്നത്. ഈ ഷേമിന്റെ വംശാവലിയിൽ നോഹയിൽ നിന്നും 10ാമതാണ് അബ്രഹാം വരുന്നത്, അബ്രഹാമിന്റെ പിതാവായ തേര. അതുകൊണ്ട് ആദാം മുതൽ അബ്രഹാം വരെ 20 തലമുറകളാണ്. നമുക്കറിയാം, ആ സമയത്ത് മനുഷ്യന്റെ ആയുസ്സിന് ഇപ്പോഴുള്ളതിനേക്കാൾ ദൈർഘ്യം വളരെയധികം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ലോജിക്കലായിട്ട് 1948 വർഷങ്ങൾ, ഏകദേശം 2000 വർഷങ്ങളാണ് 20 തലമുറയിലേക്ക്. പിന്നീട് പുതിയ നിയമം ആരംഭിക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ യേശുക്രിസ്തുവിനെ ലോകത്തിന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സുവിശേഷകാരൻ അതിമനോഹരമായിട്ട് പറയുന്നത്, അബ്രഹാം മുതൽ ദാവീദ് വരെ 14, ദാവീദ് മുതൽ ബാബേൽ പ്രവാസം വരെ 14, ബാബേൽ മുതൽ യേശുക്രിസ്തു വരെ 14, അങ്ങനെ 42 ജനറേഷൻസ് ആണ്. അബ്രഹാം മുതൽ യേശുക്രിസ്തു വരെ 2000 വർഷങ്ങളാണ്. 2000 വർഷങ്ങൾക്ക് കൊണ്ട് 42 ജനറേഷൻ. അതിനു മുമ്പുള്ള 2000 വർഷങ്ങൾ കൊണ്ട് ഏകദേശം 20 തലമുറകൾ. ചരിത്രത്തിലെ കണക്കുകളും ഈ ഹിസ്റ്ററി പലപ്പോഴും വളരെ ബോറാകുന്നത് ഇങ്ങനത്തെ കണക്കുകൾ കഥ പറയുമ്പോഴാണ്. യേശുക്രിസ്തു മുതൽ ഇന്ന് വരെ 2000 വർഷങ്ങൾ. ഒരു കണക്കൊക്കെ വെച്ച് നോക്കിയാൽ എത്ര തലമുറകൾ ഉണ്ടാവും എന്നൊക്കെ നമുക്ക് കണക്ക് കൂട്ടാം. എ ട്രിബ്യൂട്ട് ടു ഫാദർ എബ്രഹാം, സൺ ഓഫ് തേര. തേരഹിന്റെ മകനായിരുന്നു. അബ്രഹാമിന്റെ സഹോദരങ്ങൾ എന്ന് പറയുന്നത് നാഹോറും ഹാരാനുമാണ്. തേരഹ് കൽദായരുടെ ഊരിൽ, അതായത് ഇന്നത്തെ ഇറാൻ ഇറാഖ് സ്ഥലമായ മെസപ്പൊട്ടോമിയയിലാവുമ്പോഴാണ് ദൈവം ഇതുപോലെ പറയുന്നത്, അവിടുന്ന് പോണം, നമുക്ക് വേറൊരു സ്ഥലത്തേക്ക് പോകണം. അങ്ങനെ അവിടെ ഇരുന്നപ്പോൾ അവിടെ വെച്ച് തന്നെ ഹാരാൻ മരിച്ചു പോയായിരുന്നു. ഹാരാന്റെ മകനാണ് ലോത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് തേരഹ് ലോത്തിനെയും അബ്രഹാമിനെയും ഭാര്യയായ സാറായെയും എല്ലാം കൊണ്ട് അവർ യാത്ര തിരിക്കുന്നു. അവർ തേരഹ്സ് ജേണി, അവർ ഹാരാൻ എന്ന സ്ഥലത്ത്, മിഡിൽ ഈസ്റ്റിന്റെ ഏറ്റവും മുകളിലായിട്ട് വരും. അവിടെ വന്ന് തേരഹിന് 205 വയസ്സായി തേരഹ് യാത്രയെ അവസാനിപ്പിച്ചു. പിന്നീട് തേരഹിന്റെ മരണശേഷം അബ്രഹാമാണ് ആ യാത്ര തുടരുന്നത്. അപ്പോൾ അബ്രഹാമിന് ഏകദേശം 75 വയസ്സുണ്ടായിരുന്നു. അബ്രഹാം അവിടുന്ന് താഴോട്ട് വന്നിട്ട് മിസ്രൈമിലോട്ട് പോയി. അവിടെ ഫറവോയുടെ അടുത്ത് ചെന്നു. അവിടുത്തെ രാജാവ്
സാറായെ ആദ്യമായി പിടിച്ചുകൊണ്ട് പോകുന്നതും സ്വന്തമാക്കാൻ ശ്രമിക്കുന്നതും സഹോദരിയാണെന്ന് പറയുന്ന ഒന്നാമത്തെ ഒരു ഇൻസിഡന്റ് ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നീട് അവർ തിരിച്ചുപോയി അങ്ങനെ മമ്രയുടെയൊക്കെ സ്ഥലത്തേക്ക് പോവുകയാണ്. ബാറ്റിൽ ഓഫ് 9 കിങ്സ്. ഇതെല്ലാം ആദ്യത്തെ അധ്യായങ്ങളിൽ പ്രതിപാദിപ്പിച്ചതാണ്. അത് കഴിഞ്ഞ് ലോത്തിനെയൊക്കെ രക്ഷപ്പെടുത്തി കൊണ്ടുവരും. ഈ മെസൊപ്പൊട്ടേമിയയിലെ 4 രാജാക്കന്മാരും കനാനിലെ 5 രാജാക്കന്മാരും തമ്മിൽ യുദ്ധം ചെയ്യും. ഈ സോദോം ഗോമോറയിലേക്ക് പോകുന്ന ലോത്ത് ആ സ്ഥലത്തായിരിക്കുമ്പോൾ ആ യുദ്ധത്തിനകത്ത് പെട്ടുപോകും. ലോത്തിനെ രക്ഷപ്പെടുത്തും, അവർ തിരിച്ചു വരും. അങ്ങനെ മൽക്കീസദേക്കിന് ദശാംശം കൊടുക്കും. ഈ കഥകളെല്ലാം നമ്മൾ ചിന്തിച്ചതാണ്, ധ്യാനിച്ചതാണ്. പിന്നീടാണ് ഹാഗാറിൽ കൂടി സാറ പറയും. അങ്ങനെ ഹാഗാറിൽ കൂടെ ഇസ്മായേൽ എന്ന മകനുണ്ടാകും. അങ്ങനെ 99-ാമത്തെ വയസ്സിലാണ് ശരിക്കും അബ്രഹാമിനെ ദൈവം ഒന്ന് വിളിക്കുന്നത്. അങ്ങനെ അബ്രഹാം ആദ്യത്തെ യഹൂദനാവുകയാണ്. നദി കടന്നു വന്നവർ ഇബ്രു അല്ലെങ്കിൽ ഹീബ്രു എന്ന് പറയും. അതുകൊണ്ട് ഇന്നത്തെ ജൂയിഷ് പാരമ്പര്യത്തിൽ ദേ കൺസിഡർ ഫാദർ എബ്രഹാം ആസ് ദ ഫസ്റ്റ് ജൂ. ആദ്യത്തെ യഹൂദൻ പരിച്ഛേദന ചെയ്തു. 99-ാമത്തെ വയസ്സിൽ അബ്രഹാം പരിച്ഛേദന ചെയ്ത് ദൈവത്തിന്റെ വിളിച്ചു വേർതിരിക്കപ്പെട്ട ഉന്നത പിതാവാണ്. അങ്ങനെയാണ് അബ്രാം ആയിരുന്നത് അബ്രഹാം എന്നായി, ശ്രേഷ്ഠ പിതാവ്. സാറായി ആയിരുന്നത് സാറ ദ പ്രിൻസസ്, അല്ലെ ജനതകളുടെ രാജ്ഞി, അല്ലെങ്കിൽ ആ ഒരു അർത്ഥത്തിൽ ഒരു പ്രിൻസസ് എന്നുള്ള അർത്ഥത്തിലാണ് സാറ എന്ന പേരും വരുന്നത്. ആ സമയത്ത് അബ്രഹാം ഒരു നൊമാഡിക് കമ്മ്യൂണിറ്റി ആയിരുന്നു, ഒരു പാട്രിയാർക്ക് ആയിരുന്നു, കൂടാരവാസിയായിരുന്നു. മമ്രയുടെ തോപ്പിൽ വെച്ച് 3 പുരുഷന്മാർ, അതിലൊന്ന് ദൈവമായിരുന്നു, 2 ദൈവദൂതന്മാരും. അവർക്ക് അബ്രഹാം പരിചരിച്ചു. അവർക്ക് ദൈവത്തിന് ഭക്ഷണം വിളമ്പിക്കൊടുത്തത് അബ്രഹാമാണ്. പിന്നീട് സോദോം ഗോമോറയിലേക്ക് പോകുന്നു. അവിടുത്തെ വലിയ പ്രശ്നമൊക്കെ വരുന്നു. പിന്നീടാണ് സോദോം ഗോമോറയുടെ നാശം ഉണ്ടാകുന്നത്. സോദോം ഗോമോറയുടെ നാശത്തിന് ശേഷം ലോത്തിന്റെ ഭാര്യ 30 തൂണാവുകയും പിന്നീട് ഗരാർ എന്ന ദേശത്തെ അബിമലേക്ക് രാജാവ് ഇതുപോലെ തന്നെ സാറായെ മോഹിക്കുന്നു. എന്നാൽ ദൈവം സാറായെ റീവൈറ്റലൈസ് ചെയ്തു, പുതിയൊരു ജീവൻ കൊടുത്തതുകൊണ്ട് സാറായിക്ക് 90-ാമത്തെ വയസ്സിലും നല്ല തേജസ്സായിരുന്നു. അതുകൊണ്ട് താനൊരു കുഞ്ഞിനെ ജന്മം കൊടുക്കുവാനുള്ള ആ ഒരു ഒരുക്കത്തിലുമൊക്കെ ആയിരുന്നു. അവിടുന്ന് ദൈവം ഇടപെട്ട് സാറായെ രക്ഷപ്പെടുത്തി. അത് കഴിഞ്ഞിട്ട് ഇസഹാക്ക് ജനിക്കുകയായി, ഐസക്. Sarah was 90 years old and Abraham was 100 years old when Isaac was born. വാഗ്ദത്ത സന്തതിയാണ്. അത് കഴിഞ്ഞിട്ടുള്ള പ്രശ്നം എല്ലാവർക്കും അറിയാം. ഹാഗാറും ഇസ്മായേലും തമ്മിലുള്ള പ്രശ്നം. അവരെ സാറായുടെ നിർബന്ധപ്രകാരം മരുഭൂമിയിലേക്ക് വിടുന്നു. അവിടെ ഹാഗാറിനെ കണ്ണുനീരും കുഞ്ഞ് മരിക്കാറാകുമ്പോൾ ദൈവദൂതൻ ഇടപെട്ട് നീരുറവ കാണിച്ചു കൊടുത്ത് ആ ഇസ്മായേലിന്റെ സന്തതികളെയും വലിയ അനുഗ്രഹിച്ചു വിടുകയാണ്. അതിന് അടുത്ത ചാപ്റ്ററിലാണ് മോറിയ മലയിലെ യാഗത്തിന്റെ ഏറ്റവും ഇമോഷണലായിട്ടുള്ള വൈകാരികമായ ഒരു നറേഷൻ വരുന്നത്. സ്വന്തം പുത്രന്റെ മേൽ പിതാവ് കത്തി ഓങ്ങുമ്പോൾ ഇല്ല വിടൂ. അങ്ങനെ യാഗത്തിന് മനുഷ്യ യാഗം മാറി ആടിനെ യാഗം ചെയ്യുകയാണ്. അത് പിന്നെ യേശുക്രിസ്തുവിലേക്ക് വന്ന് യേശുക്രിസ്തു സ്വയം ബലി അർപ്പിക്കുന്നു. ആ കുഞ്ഞാടിന്റെ കല്യാണം, സ്വർഗീയ യെരുശലേം വരെയുള്ള കണക്ഷൻ. പിന്നീട് 23-ാം അധ്യായം വരുമ്പോൾ സാറ ലോകത്തിൽ നിന്നും പോവുകയാണ്. മക്പേല ഗുഹയിൽ സാറായെ അടക്കം ചെയ്യുന്നു. അതിനുശേഷം 3 വർഷം കഴിഞ്ഞപ്പോൾ ഇസഹാക്കിന് ഭാര്യയായി റെബേക്കയെ ചേർത്തുകൊള്ളുന്ന ഒരു സംഭവം. അത് കഴിഞ്ഞും ഏകദേശം 137 കഴിഞ്ഞിട്ട് ഏകദേശം 35 വർഷത്തോളം അതിലധികം അബ്രഹാം ജീവിച്ചിരുന്നു. എന്നാൽ ആ ഒരു ചരിത്രത്തിന്റെ വ്യാഖ്യാനം, ആ സ്പിരിച്വൽ വ്യാഖ്യാനം പിന്നെ ഇസഹാക്കിലേക്ക് അങ്ങ് ഷിഫ്റ്റ് ചെയ്യുകയാണ്. അതുകൊണ്ട് അബ്രഹാം ജീവിച്ചിരുന്നു. അബ്രഹാമിനെ ഒന്ന് അനലൈസ് ചെയ്യുമ്പോൾ അബ്രഹാമിന്റെ മക്കൾ, ഹാഗാറിലുള്ളത് ഇസ്മായേൽ. ഇന്ന് 2026 നാം നോക്കുമ്പോൾ ഇന്ന് ലോകത്തിന്റെ പലയിടങ്ങളിൽ ചിതറിപ്പറന്ന് കിടക്കുന്ന ഇസ്ലാം റിലീജിയന്റെ ആൻസിസ്റ്റേഴ്സും അറബിക് ട്രൈബ്സും എല്ലാം ഈ ഇസ്മായേലിന്റെ ഡിസെൻഡൻസ് ആണ്. പ്രോഫറ്റ് മുഹമ്മദ് ഇസ്മായേലിന്റെ ഒരു ഡിസെൻഡന്റ് ആണ്. ഇബ്രാഹിം നബി എന്ന്
അബ്രഹാം ആ മതത്തിലും സ്ഥാനം നേടുന്നുണ്ട്. പിന്നീട് ജുദൈസം, യഹൂദന്മാർ, ലോകമെമ്പാടുമുള്ള യഹൂദന്മാരുടെ ആദ്യത്തെ യഹൂദൻ ഫാദർ എബ്രഹാം. പിന്നീട് ഇസഹാക്ക് എന്ന വാഗ്ദത്ത സന്തതിയിലൂടെയാണ് യഹൂദന്മാരും, പിന്നീട് കർത്താവിന്റെ കാലത്തിൽ യേശുക്രിസ്തു വന്നപ്പോൾ മുതൽ ക്രിസ്ത്യൻസും വന്നു. അബ്രഹാമിന് വേറെയും കോൺക്യുബൈൻസ് ഉണ്ടായിരുന്നു. അതിൽ പ്രമുഖയായ ഒരു സ്ത്രീയാണ് കെറ്റൂറ. അത് ഈ 25-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് പറയുന്നുണ്ട്. കെറ്റൂറ എന്ന സ്ത്രീയില് അബ്രഹാമിന് 6 പുത്രന്മാരുണ്ടായിരുന്നു. മൊത്തം അബ്രഹാമിന് 8 ആൺമക്കൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇന്ന് 2026 നാം ഇവിടെ ഇരുന്ന് ഇത് ആലോചിക്കുമ്പോൾ വാട്ട് ഈസ് ദ ലെഗസി ഓഫ് അബ്രഹാം, ഫാദർ എബ്രഹാം? അതിനു മുമ്പ് ഒരു ചോദ്യം ചോദിക്കേണ്ടത്, എല്ലാ കുടുംബങ്ങളിലും ഇങ്ങനെ ചില പാട്രിയാർക്സ് ഉണ്ട്. ഒരു കാര്യം പ്രത്യേകം ഓർക്കണം, ഈ കാരണവർ എന്നുള്ള ഒരു കൺസെപ്റ്റ് കേരളത്തിലെ കുടുംബങ്ങളിലുണ്ട്. കാരണവർക്ക് ചില പ്രത്യേക പദവികൾ അതിന് തമാശയായിട്ടും പറയുന്നുണ്ട്. എന്നാൽ കാരണവർക്കൊരു പ്രത്യേക വീറ്റോ പവർ വരെ കൊടുത്തിരുന്നു. അതിനകത്ത് വേറെ ചോദ്യമൊന്നുമില്ല. അത് എല്ലാ കുടുംബങ്ങളുടെ ഒരു സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയാണ്. അൺക്വസ്റ്റ്യൻഡ് അതോറിറ്റി ഈസ് ഗിവൺ ടു സം ഇൻ എ ഫാമിലി. അതുപോലെ അബ്രഹാമിക് ട്രഡീഷൻ, അബ്രഹാമിലുള്ള വിശ്വാസം മുറുകെ പറ്റി കേരളത്തിൻ്റെ ഒരു കോണ്ടസ്റ്റിൽ 100-150 വർഷങ്ങൾക്കൊക്കെ മുമ്പ് നമ്മളുടെ കുടുംബങ്ങളൊക്കെ, നമ്മുടെ കാരണവന്മാരൊക്കെ അത്ര വലിയ സാമ്പത്തികമായ ഉന്നതിയിലല്ലായിരുന്നെങ്കിൽ പോലും അവർ കാണിച്ച ആ ഒരു വിശ്വാസം, അവരുടെ വിശ്വാസ തീർത്ഥയാത്രയിൽ, ഞാൻ എപ്പോഴും പറയും, ഞങ്ങളുടെ കുണ്ട്രയിലെ ഞങ്ങളുടെ അമ്മയുടെ പിതാവ് മാത്യു സാർ, കുണ്ട്ര തയ്യൽ വീട്ടിൽ, അദ്ദേഹം കുണ്ട്രയിൽ നിന്നും കൊട്ടാരക്കര വരെ എന്നും രാവിലെ 12 കിലോമീറ്റർ തിരിച്ചു 12 കിലോമീറ്റർ നടന്നാണ് സ്കൂളിൽ പോയി പഠിച്ചിരുന്നത്. 1920-കളിലെ കാര്യമാണ്, 100 വർഷങ്ങൾക്ക് മുമ്പ്. ഡെയിലി 24 കിലോമീറ്റർ നടന്നുപോയി പഠിക്കുവാനുള്ള ഒരു ഉത്സാഹം. ഇവരെയൊക്കെ നമ്മൾ സല്യൂട്ട് ചെയ്തില്ലേ പിന്നെന്തുവാ ചെയ്യേണ്ടത്? അതുകൊണ്ട് നമ്മളുടെ അമ്മച്ചിയെ കുറിച്ചും എല്ലാം ധാരാളം കഥകൾ പറയുന്നുണ്ട്, സംഭവങ്ങൾ പറയുന്നുണ്ട്. നമ്മളുടെ പൂർവ്വ മാതാപിതാക്കൾ ചെയ്ത വലിയ വിശ്വാസത്തിന്റെ പോരാട്ട യാത്രകൾ, അതൊക്കെ ഈ അവസരത്തിൽ ഫാദർ എബ്രഹാമിന് നമ്മൾ യാത്രാമൊഴി കൊടുത്ത് നമ്മൾ ഈ വിശ്വാസ തീർത്ഥയാത്രയിൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മളുടെ കുടുംബങ്ങളിലുള്ള ഫാദർ എബ്രഹാം, മദർ സാറ, അവരെയൊക്കെ നമ്മളൊന്ന് അനുസ്മരിച്ച് സന്തോഷത്തോടെ പോകണം. അബ്രഹാം വിശ്വാസികളുടെ പിതാവാണ്. ദൈവം പറഞ്ഞു, നിന്റെ ഏകജാതനായ മകനെ, ഇസ്മായേല് പോയി കഴിഞ്ഞിട്ടാണ് വരുന്നത്, പിന്നെ ഒരേ ഒരു മകനേ ഉള്ളൂ, നീ ബലി അർപ്പിക്കണം. ഇത് വളരെ വളരെ ധ്യാനിക്കേണ്ട ഒരു വസ്തുതയാണ്, ദൈവം പറയുക എന്നുള്ളത്. ഇന്ന് 2026 ദൈവം എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കൽപ്പന ആരോടും പറയുന്നതായിട്ട് നമ്മൾ കേൾക്കുന്നില്ല? അബ്രഹാം അതിന് തൊട്ടു മുമ്പത്തെ അധ്യായത്തിലാണ് ഈ ഹാഗാർ ഇസ്മായേൽ കോൺഫ്ലിക്റ്റ് വരുന്നത്. അബ്രഹാം ഒരു പിതാവാണ്, അബ്രഹാമിന്റെ മകനാണ് ഇസ്മായേലും. സ്വന്തം മകനെ മരുഭൂമിയിലേക്ക് ഇറക്കിവിട്ട പിതൃ മനസ്സിന്റെ വിതുമ്പൽ, നൊമ്പരം, കണ്ണുനീർ, തകർച്ച ചരിത്രത്തിന്റെ ഒരു യാഥാർത്ഥ്യമാണ്. അതിൽ നിന്നും ഒത്തിരി പശ്ചാത്തപ വിവശനായി അബ്രഹാം ചെയ്ത ഒരു തീരുമാനം, ആ ഒരു സമയത്ത് ദൈവത്തിന്റെ അരുളപ്പാട് ദൈവം അബ്രഹാമിനോട് തോന്നിപ്പിച്ചതാണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ചരിത്രത്തിൽ അവശേഷിക്കുന്നുണ്ട്. വളരെ ക്രിട്ടിക്കലായിട്ട് അതിനെയൊക്കെ നോക്കണം. അപ്പോൾ സാറായിയുടെ സ്വന്തം രക്തത്തിൽ പിറന്ന മകനെ ഇതാ കൊണ്ടുപോവുകയാണ് യാഗമർപ്പിക്കുവാൻ. ഇത് തമ്മിലൊരു വലിയൊരു സിമട്രി ഉണ്ട്. അബ്രഹാമിന്റെ മക്കളാണ് രണ്ടുപേരും, 2 അമ്മമാരാണെങ്കിലും ഹാഗാറിന്റെ മകനായ ഇസ്മായേൽ മരിക്കുന്നതിന് തൊട്ട് മുമ്പാണ് ദൈവദൂതൻ പ്രത്യക്ഷപ്പെടുന്നത്. ഇതാ ഇവിടെ ഐസക്കിന്റെ മേൽ കത്തി ഉപയോഗിക്കാൻ പോകുന്ന ആ നിമിഷത്തിലാണ് മാലാഹ വരുന്നത്. There's a wonderfully amazing symmetry. God is a just God. God balances everything. മനുഷ്യന്റെ അനീതിയും അന്യായവും മൂലം ദുരിതം അനുഭവിക്കുന്നവർ മനുഷ്യർക്കിടയിൽ പോലും ദൈവത്തിന്റെ ഒരു ഗ്രേറ്റ് ബാലൻസിങ് ആക്ട് ഉണ്ട്. അബ്രഹാമിന്റെ മകനെ യാഗമർപ്പിക്കുവാനുള്ള തീരുമാനം അത്ര ലളിതമായ ഒരു തീരുമാനമല്ല. അത് ചരിത്രത്തിൽ അനന്തമായ വ്യാപ്തിയുണ്ട്, അനന്തമായ വ്യാഖ്യാനങ്ങൾ നൽകി ഇന്നും അത് മനുഷ്യർ പല പല രീതിയിൽ ദൈവത്തിന്റെ ആത്മാവിനാൽ ചിന്തിക്കുന്നു. അതിന്റെ അർത്ഥം
സാംശീകരിക്കുന്നു. ഹി വാസ് ബറീഡ് ഇൻ ദ ഗ്രേവ്യാർഡ് ഇൻ ദ കേവ് ഓഫ് സാറ. സോഹറിന്റെ മകനായ ഹിത്യനായ എഫ്രോന്റെ നിലത്തിൽ 400 ഷേക്കേൽ സിൽവർ കൊടുത്ത് അബ്രഹാം വാങ്ങിയ കല്ലറ കേവ് അറ്റ് മക്പേല. ഇന്ന് അതൊരു വിവാദ ഭൂമിയാണ്. അതിനെപ്പറ്റി പറയുന്നത് അത് ഏദൻ തോട്ടവുമായിട്ട് കണക്ഷൻ ഉണ്ട്. ഏദൻ തോട്ടത്തിന്റെ വാതിൽ സ്ഥിതി ചെയ്യുന്നത് ഈ കേവിന്റെ അവിടെയാണ്. പിന്നീട് ശലോമോൻ യെരുശലേം ദേവാലയം പണിയുന്നത് ഇതിനോടടുത്താണ്. സ്വർഗീയ യെരുശലേമുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ശ്മശാന ഭൂമി, ഒരു കേവ് ലോക ചരിത്രത്തിന്റെ കേന്ദ്രമായി മാറുകയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് ലോകത്തിലെ 800 കോടിയിലധികം ജനങ്ങളിൽ 53% ജനങ്ങൾ അബ്രഹാമിന്റെ സന്തതികളാണ്. 4000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ആ വലിയ പിതാവിനെ ദൈവം വിളിച്ച്, നിന്റെ സന്തതികൾ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയും കടൽ തീരത്തെ മണൽത്തരികളെ പോലെയും ഇന്യൂമറബിളായി മാറും, അസംഖ്യമായി മാറുമെന്ന് പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. നാം ഈ ഒരു അബ്രഹാമിക് ട്രഡീഷനിൽ നാം അഭിമാനിക്കുന്നു എന്നതിൽ അഹങ്കരിക്കരുത്. നിങ്ങൾ ആർത്തുപാടിയില്ലെങ്കിൽ അബ്രഹാമിന് ഈ കല്ലുകളിൽ നിന്നുപോലും മക്കളെ സൃഷ്ടിക്കുവാൻ കഴിവുള്ള ദൈവമാണെന്ന് വേദപുസ്തകം വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. Father Abraham was called to be a blessing. Mother Sarah was called to be a blessing to all the peoples, all the nations. 4000 വർഷങ്ങളായിട്ട് നമുക്ക് അത് ഒക്കുന്നില്ല. ഇന്ന് ഈ ദൈവിക രക്ഷാ പദ്ധതിയിൽ യേശുക്രിസ്തുവുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ, യേശുക്രിസ്തു ഓരോ മനുഷ്യനും സൗഖ്യം കൊടുക്കുമ്പോൾ, നീയും അബ്രഹാമിന്റെ മകനായിരിക്കുകയാൽ മകളായിരിക്കുകയാൽ ഈ വീടിന് രക്ഷ വന്നിരിക്കുന്നു, നിനക്ക് സൗഖ്യം ലഭിച്ചിരിക്കുന്നു. അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം. യേശുക്രിസ്തു പറയുന്നുണ്ട്, രാജ്യത്തിന്റെ സുവിശേഷം ലോകത്തിന്റെ സകല അതിരുകളോളം വ്യാപിക്കും, അപ്പോൾ അവസാനം വരും. സ്വർഗീയ യെരൂശലേമിനായി കാത്തിരിക്കുന്ന പ്രിയ വിശ്വാസികളെ, നമ്മൾ 4000 വർഷങ്ങളായി ഈ 53% ലോക പോപ്പുലേഷനിലെ 53% അബ്രഹാമിന്റെ സന്തതികളാണ്. അല്ലാത്തവർ മെയിനായിട്ട് ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് ആണ്, പിന്നെ ചൈന, പിന്നെ ആ സൈഡിലുള്ള കൊറിയ, ജപ്പാൻ, പിന്നെ അമേരിക്കയിലെ അബോറിജിൻസ്, പിന്നെ ആഫ്രിക്കയിലെ കുറെ രാജ്യങ്ങൾ, ബാക്കി എല്ലാം അബ്രഹാമിന്റെ സന്തതികളാണ്. ലോക ചരിത്രത്തിൽ ഏറ്റവും അധികം യുദ്ധം നടത്തി, കുരിശ് യുദ്ധങ്ങൾ നടത്തി ഏറ്റവും അധികം മനുഷ്യനെ കൊന്നിട്ടുള്ളത് എന്നുള്ളത് വലിയ സങ്കടത്തോടു കൂടി നാം പറയുകയാണ്. 25-ാം അധ്യായത്തിൽ അതിമനോഹരമായ വൈകാരികമായ ഒരു നിമിഷമുണ്ട്. മക്പേലയുടെ കേവിൽ, ഗുഹയിൽ ഇതാ അബ്രഹാമിന്റെ 2 സന്തതികൾ അടുത്ത് വരുന്നു. അത് വായിക്കണം. വീണ്ടും വീണ്ടും വായിക്കുമ്പോൾ നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകും. പിണങ്ങിപ്പോയെന്ന് നമ്മൾ കരുതിയ, അല്ലെങ്കിൽ അനീതി കാണിച്ച് ഓടിച്ചു വിട്ടെന്ന് കരുതിയ ഇസ്മായേൽ വരുന്നു, ഇസഹാക്ക് വരുന്നു. ഈ 2 മക്കളും കൂടെ ചേർന്നാണ് ഫാദർ എബ്രഹാമിന് യാത്ര നൽകുന്നത്. പ്രിയമുള്ളവരെ, 4000 വർഷങ്ങൾക്ക് ശേഷം ഇതാ ദ മൊമെന്റ് ഹാസ് കം. ഫാദർ എബ്രഹാമിന്റെ ചിൽഡ്രനായ 53% ലോക പോപ്പുലേഷനിലെ ജനത, അവരുടെ പ്രതിനിധികൾ ഈ മക്പേലയുടെ ഗുഹയിൽ കടന്നു ചെല്ലേണ്ടത് ചരിത്രത്തിന്റെ ആവശ്യമാണ്. ഈ നേതാക്കന്മാർ, ജനങ്ങളെ, നമ്മളെ പ്രതിനിധീകരിക്കുന്ന നേതാക്കന്മാർ ചെന്ന് പരസ്പരം ആലിംഗനം ചെയ്ത് ചുംബനം നൽകി എന്നേക്കുമായി ഈ ലോകത്തിൽ എണ്ണിയാൽ ഒടുങ്ങാത്ത ജീവനെ എടുക്കുന്ന ഈ യുദ്ധം നിർത്തിയേ മതിയാകൂ. ഇത് ചരിത്രത്തിന്റെ, കാലത്തിന്റെ ആവശ്യമാണ്. ദിസ് മസ്റ്റ് ബി ദ ലെഗസി ഓഫ് ഫാദർ എബ്രഹാം. മക്കൾ അപ്പം കൊടുത്താൽ, അപ്പം ചോദിച്ചാൽ അവർക്ക് കല്ല് കൊടുക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇന്ന് വിശന്ന് കരയുന്ന മക്കൾക്ക് ആയുധങ്ങൾ കൊടുക്കുകയാണ്, അവരുടെ മേൽ ബോംബ് പൊട്ടിക്കുകയാണ്. യേശുക്രിസ്തു ചോദിച്ച ആ ചോദ്യം ലോക ചരിത്രത്തിലെ ഏറ്റവും സാങ്കത്യമായിരിക്കുന്ന നിമിഷങ്ങൾ. മക്കൾ, ഫാദർ എബ്രഹാമിന്റെ മക്കൾ അപ്പം ചോദിച്ചാൽ അവർക്ക് ബോംബ് കൊടുത്ത്, ബോംബ് പൊട്ടിച്ച് അവരെ കൊല്ലുന്ന ഈ ഭ്രാന്ത് അവസാനിപ്പിച്ചേ മതിയാവൂ.
Blessed are the peacemakers, for they shall be called the children of God. ഫാദർ എബ്രഹാമിന്റെ മക്കൾ ദൈവപുത്രന്മാരാകണമെങ്കിൽ സമാധാന പാലകരാകണം. കണ്ണുകളടയ്ക്കാം. ഒരു നല്ല ജീവിതം, അബ്രഹാമിന്റെ ജീവിതം, ഫാദർ എബ്രഹാം ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഒരു നല്ല മാതൃകയാകട്ടെ. ഫാദർ എബ്രഹാം has many sons have Father Abraham. I am one of them and so are you. So let us praise the Lord. കുലപതിയായ അബ്രഹാം പിതാവ് ദൈവ സന്നിധിയിൽ may his soul rest in peace forever and ever, and we shall meet the great patriarch on the day of the glory of our Lord and Savior Jesus Christ. Amen.